ഇന്നയോളമെന്നെ നടത്തി, ഇന്നയോളമെന്നെ പുലർത്തി. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എൻ്റെ പാപ ഭാരമെല്ലാം തൻ്റെ ചുമലിൽ ഏറ്റുകൊണ്ട് എനിക്കായി കുരിശിൽ മരിച്ചു. എൻ്റെ യേശു എത്ര നല്ലവൻ, എൻ്റെ പാപ ഭാരമെല്ലാം മരിച്ചു. എൻ്റെ യേശു എത്ര നല്ലവൻ. ഇന്നയോളമെന്നെ പുലർത്തി, ഇന്നയോളമെന്നെ നടത്തി. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. ഒരു നിമിഷം നമ്മുടെ തലകളെ ദൈവസന്നിധിയിൽ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതവും ഞങ്ങളുടെ കോട്ടയും ഞങ്ങളുടെ ആശ്രയവുമായിരിക്കുന്ന സ്വർഗീയ പിതാവാം ദൈവമേ, ഈ മധ്യാഹ്ന സമയത്തിനായി നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പല സ്ഥലങ്ങളിലായിരുന്ന ഞങ്ങളെല്ലാവരും കർത്താവേ, അവിടുത്തെ ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും നിന്നെ സ്തുതിക്കുവാനും ഞങ്ങൾക്ക് അവിടുന്ന് തന്ന ഈ വലിയ അവസരത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, ഒഴിഞ്ഞവരായി ഞങ്ങൾ കടന്നു വന്നു, നിറഞ്ഞവരായി ഞങ്ങൾക്ക് തിരിച്ചു പോകുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ എല്ലാവരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ കഴിവോ മിടുക്കോ ഒന്നും കൊണ്ടല്ല, മറിച്ച് നിൻ്റെ കൃപയൊന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ നിലനിൽക്കുന്നതെന്ന് ഞങ്ങൾ മനസ്സിലായി. നിൻ്റെ ഹിതമനുസരിച്ച് ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരും ഞങ്ങളുടെ മുഖത്തുനിന്ന് ദുഃഖവും നീക്കി ഞങ്ങൾക്ക് ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്നിവിടെ കടന്നു വന്ന് വചന കേൾവിക്കായി ഒരുങ്ങിയിരിക്കുന്ന ഈ നിൻ്റെ ദാസരെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അദൃശ്യമായ അവിടുത്തെ പരിശുദ്ധാത്മ കൃപ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നടത്തിയ വിധങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ, ആമീൻ. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ അനുഗ്രഹീത സഹോദരങ്ങളെ, വളരെ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി ഈ പരിശുദ്ധ ദേവാലയത്തിലേക്ക് കടന്നു വന്ന് അല്പസമയം ദൈവവചനം പറയുവാനായിട്ട് ലഭിച്ച ഈ അവസരം ഏറ്റവും സന്തോഷവും ഏറ്റവും ധന്യവുമായിട്ട് കരുതുകയാണ്. ഇന്ന് അല്പസമയം നിങ്ങളോടൊപ്പം ചിന്തിക്കുവാനായിട്ട് ഞാൻ കർത്താവിൽ ശരണപ്പെട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 21-22 വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 21-22 വാക്യം. ആ വാക്യം ഇപ്രകാരമാണ്: യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു.
ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പീൻ എന്ന് പറഞ്ഞു. ആ വേദഭാഗം ഞാൻ ഒന്ന് പറഞ്ഞു തരാം. എല്ലാവരുടെ ഉറക്കെ ഒന്ന് ചൊല്ലുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. യേശു പിന്നെയും അവരോട് ഒന്ന് പറഞ്ഞേ, ഉറക്കെ ഒന്ന് പറഞ്ഞാട്ടെ. നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേലൂതി അവരോട് പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പീൻ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കർത്താവായ യേശു തമ്പുരാൻ്റെ ഉയർപ്പ് പെരുന്നാളിന് ശേഷമുള്ള ആഴ്ചകളിലേക്ക് നാം എല്ലാവരും കടന്നു വന്നിരിക്കുകയാണ്. ഈ ആഴ്ചകളിലൊക്കെ നമ്മുടെ ദേവാലയങ്ങളിൽ നമ്മുടെ ധ്യാന വിഷയമായിട്ട് കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട സംഭവങ്ങളുമൊക്കെയാണ് ധ്യാന ചിന്തകൾക്കായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ യേശു തമ്പുരാൻ 3 പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നതായി വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കർത്താവ് മരിച്ചു, കർത്താവിൻ അടക്കം ചെയ്തു. അത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം അതിരാവിലെ മറിയം കർത്താവിൻ്റെ കബറിടത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നു. ആ കബറിടത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ ആ കബറിടത്തിൻ്റെ വാതിൽ തുറന്നിരിക്കുന്നത് കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതായി കാണുവാനായിട്ട് സാധിക്കുന്നു. അവൾ അതിലൂടെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ കാൽക്കലും തലയ്ക്കലും 2 പുരുഷന്മാർ ഇരിക്കുന്നത് കണ്ടു. അവരോട് പറയുകയാണ്, എൻ്റെ കർത്താവ് എവിടെയെന്ന്. അപ്പോഴ് കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് അവിടെ ഇരുന്ന ആ മാലാഖമാർ അവളോട് പറയുന്നു. അത് കഴിഞ്ഞ് അവൾ അങ്ങോട്ട് മാറി നിൽക്കുമ്പോഴാണ് തോട്ടക്കാരൻ എന്നുള്ള നിലയിൽ യേശു അവിടെ നിൽക്കുന്നത് കാണുന്നത്. പക്ഷേ മറിയയ്ക്ക് യേശുവിനെ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചില്ല. എവിടെയാണ് എൻ്റെ ഗുരുവിനെ വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവനെ വന്ന് എടുത്തുകൊണ്ട് പോയിക്കൊള്ളാമെന്ന് പറയുമ്പോൾ കർത്താവായ യേശു തമ്പുരാൻ മറിയെ വിളിക്കുകയാണ്. മറിയേ എന്ന് വിളിക്കുന്നു. ആ വിളി കേൾക്കുമ്പോൾ മറിയ പറയാണ് റബൂനി എന്ന്. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴാണ് അവൾക്ക് യേശു തമ്പുരാനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുവരെ യേശുവിനെ തോട്ടക്കാരൻ എന്നുള്ള നിലയിലാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഉയർപ്പിൻ്റെ ദിവസത്തിൽ നമ്മൾ പ്രദക്ഷിണത്തിന് വളരെ മനോഹരമായ ഈ സംഭവങ്ങൾ കോർത്തിണക്കിയ ഒരു പാട്ട് പാടാറുണ്ട്. എന്താണ് പാടുന്നത്? പ്രദക്ഷിണത്തിന് പോകുമ്പോഴൊരു പാട്ടുണ്ട്. ഓ മറിയാമ്മേ ഞാൻ തോട്ടക്കാരൻ തന്നെ അൻപറുദീസായേ പ്രാപിച്ചോൻ ശ്രേഷ്ഠൻ. നമ്മുടെ പിതാക്കന്മാർ ഈ സംഭവങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് ചിട്ടയോടുകൂടെ നമ്മുടെ ആരാധനയിൽ ക്രമീകരിച്ചു വെച്ചിട്ടുണ്ട്. അതിനുശേഷം മറിയത്തിനോട് പറയുകയാണ്, ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോയിട്ടില്ല, അതുകൊണ്ട് എന്നെ തുടരുത്, നീ പോയി എൻ്റെ ശിഷ്യന്മാരോട് പറയുക എന്ന് പറഞ്ഞു. ആ ദിവസം വൈകിട്ട്, അന്ന് വൈകുന്നേരം ശിഷ്യന്മാർ യഹൂദന്മാരെ ഭയന്ന് ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ, കതകുകളടച്ച് കൂടിയിരിക്കുമ്പോൾ യേശു തമ്പുരാൻ അവരുടെ മധ്യത്തിൽ കടന്നു വന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. 11 പേർ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ തോമസ് മാത്രമില്ല, ബാക്കിയുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. ആ ശിഷ്യന്മാരോട് യേശു തമ്പുരാൻ പറയുന്ന ആ വേദഭാഗമാണ് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. ഇതാണ് ഒന്നാമതായി യേശു തമ്പുരാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന സംഭവം. രണ്ടാമത് നമുക്ക് വീണ്ടും കാണാം, ഞാൻ ആദ്യമേ പറഞ്ഞു,
അവിടെ തോമസ് ഇല്ലായിരുന്നു എന്ന്, തോമാസ് ലീഹ ഇല്ലായിരുന്നു എന്ന്. അത് കഴിഞ്ഞ് 8 ദിവസം കഴിഞ്ഞ് വീണ്ടും തോമസ് കൂടെ ഉള്ള സന്ദർഭത്തിൽ യേശു തമ്പുരാൻ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നു. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 8 ദിവസം കഴിഞ്ഞ് ശിഷ്യന്മാർക്ക് യേശു പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ അവിടെ ആരുണ്ടായിരുന്നു? തോമാസ് ലീഹ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് തോമാസ് ലീഹായുടെ അവിശ്വാസം നീക്കുകയാണ്. കർത്താവിൻ്റെ ആണിപ്പഴുതുള്ള കരങ്ങളിലും കർത്താവിൻ്റെ വിലാപ്പുറത്തുമൊക്കെ തോമാസ് ലീഹ തൊട്ടിട്ട് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് പറയുന്നു. ഇതാണ് 2ാമത്തെ പ്രാവശ്യം കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത്. 1ാമത്തത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നിങ്ങളുടെ മനസ്സിൽ നിൽക്കുന്നതിന് വേണ്ടിയാണ് 1ാമത്തത് പറഞ്ഞത്. അതായത് മഗ്ദലക്കാരത്തി മറിയ യേശുവിനെ കണ്ടതിന് ശേഷം അന്ന് വൈകിട്ട്, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം വൈകിട്ട് യേശു തമ്പുരാൻ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നു. 2ാമത് അതിനുശേഷം 8 ദിവസം കഴിഞ്ഞതിന് ശേഷം പ്രത്യക്ഷപ്പെടുന്നു. 3ാമത് ഈ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ തന്നെ 3ാമത് യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന മറ്റൊരു സംഭവമുണ്ട്. 21-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളിൽ. അവിടെ ഇങ്ങനെയാണ്: നിരാശരായിരിക്കുന്ന പത്രോസും തോമസും നഥാനിയേലും സെബദി മക്കളും ഇവരെല്ലാവരും തിബെരിയാസ് എന്ന് പറയുന്ന കടലിൻ്റെ തീരത്ത് ഇരിക്കുകയാണ്. ഏതാണ് തിബെരിയാസ് കടൽ എന്ന് ചോദിച്ചാൽ, തിബെരിയാസ് കടലിന് 3 പേരുകൾ തന്നെയുണ്ട്. നമ്മൾ വേദപുസ്തകത്തിൽ പറയുന്ന ഗലീല കടലും ഗന്നസരേത്ത് തടാകവും എന്ന് പറയുന്നതും തിബെരിയാസ് കടൽ എന്ന് പറയുന്നതും എല്ലാം ഒന്ന് തന്നെയാണ് എന്ന് നാം പ്രത്യേകമായിട്ട് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഗലീല എന്നുള്ള പ്രദേശത്തിൻ്റെ സൈഡിലുള്ള ഭാഗം ആ കടലിന് ഗലീല കടലെന്നും, ഗന്നസരേത്ത് എന്ന് പറയുന്ന പട്ടണത്തിൻ്റെ ഭാഗത്തുള്ളതിന് ഗന്നസരേത്ത് തടാകമെന്നും, അതുപോലെ തന്നെ ടൈബീരിയസിന്റെ ഭാഗത്തുള്ള കടലിന് തിബെരിയാസ് കടൽ എന്ന് പറയും. ഇത് 3ഉം ഒന്ന് തന്നെയാണ്. പക്ഷെ ഇവിടെ ശിഷ്യന്മാര് ആയിരിക്കുന്നത് തിബെരിയാസിന്റെ തീരത്താണ്. തിബെരിയാസ് എന്ന് പറയുന്ന പട്ടണത്തിന്റെ അടുത്താണ്, തിബെരിയാസ് കടലിന്റെ തീരത്താണ്. അവിടെ ഇരിക്കുമ്പോൾ നോക്കുക, യേശു തമ്പുരാൻ 3ാമത്തെ പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന ആ സംഭവം അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവര് നിരാശരാണ്. യേശുവിനോടൊപ്പം കൂടിയിരുന്ന ശിഷ്യന്മാര് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, എങ്ങനെയൊക്കെ ആകുവാനായിട്ട് സാധിക്കുമെന്നൊക്കെ ചിന്തിച്ചവര് പക്ഷെ ഇപ്പൊ യേശുവിൻ്റെ അസാന്നിധ്യത്തിൽ നിരാശരായിട്ടിരിക്കുന്നു. അവർ പറയുന്ന അവരുടെ ലീഡർ പത്രോസ് പറയുകയാണ്, ഞാൻ മീൻ പിടിക്കുവാനായിട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ തോമസും പത്രോസിൻ്റെ കൂടെ നഥാനിയേലും സെബദി മക്കളും എല്ലാവരുടെ മീൻ പിടിക്കുവാനായിട്ട് പോകുന്നു. അങ്ങനെ അവർ രാത്രി മുഴുവനും മീൻ പിടിച്ച് കഴിയുമ്പോൾ മീൻ പിടിക്കുവാനായി ഈ തിബെരിയാസ് കടൽ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ ഒരു കാര്യം അവർക്ക് മനസ്സിലാകുന്നുണ്ട്: യേശുവില്ലാതെ മീൻ പിടിക്കുവാൻ പോയാൽ ഒന്നും ലഭിക്കുകയില്ല എന്ന്. അവർക്കൊന്നും ലഭിക്കുന്നില്ല. നേരം വെളുക്കാറായപ്പോൾ യേശു തമ്പുരാൻ തീരത്തു നിന്ന് അവരോട് പറയുകയാണ്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന്. അപ്പോഴവര് പറയുകയാണ്, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയിട്ടില്ല എന്ന്. അവരോട് യേശു തമ്പുരാൻ പറയുന്നു, നിങ്ങൾ പടകിൻ്റെ വലതുഭാഗത്തേക്ക് വലയെറിയുവീൻ എന്ന്. അങ്ങനെ വലയെറിയുമ്പോൾ 153 തരം പെരുത്ത മീനുകളെ കിട്ടുന്നു. യേശുവാണെന്ന് മനസ്സിലാക്കി പത്രോസ് വെള്ളത്തിലേക്ക് ചാടുന്നു, യേശുവിൻ്റെ അടുക്കിലേക്ക് പോകുന്നു. മറ്റുള്ളവർ വല പിടിച്ചു വലിച്ച് കരയിലേക്ക് കൊണ്ടുവരുമ്പോൾ 153 പെരുത്ത മീനുകൾ കാണുന്നു. അവിടെ അവർ മറ്റൊരു കാര്യം കാണുന്നു: തീക്കനൽ കൂട്ടിയിട്ടിരിക്കുന്നതും അവിടെ അപ്പം വെച്ചിരിക്കുന്നതും ചുട്ട മീൻ വെച്ചിരിക്കുന്നതും അവർക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ വെച്ച് പത്രോസിനെ യേശു തമ്പുരാൻ യഥാസ്ഥാനപ്പെടുത്തുകയാണ്. എന്താണ് പറയുന്നത്? ബെറിയോന ശീമോനേ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു 3 പ്രാവശ്യം അവിടെ പറഞ്ഞ് അതിനുശേഷം അവരെ യഥാസ്ഥാനപ്പെടുത്തുകയാണ്. ഇതാണ്
3 സന്ദർഭങ്ങൾ യേശു തമ്പുരാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത് മറന്നു പോകരുത്. ഒരു ക്രിസ്ത്യാനിയുടെ മനസ്സിലിരിക്കണം, ഉയർത്തെഴുന്നേറ്റ യേശു ശിഷ്യന്മാർക്ക് 3 പ്രാവശ്യം പ്രത്യക്ഷപ്പെടുന്നു. ഞാൻ ഇന്ന് നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ 1ാമത്തെ ആ സംഭവമാണ്. അതാണ് ഞാൻ നിങ്ങളെ ഓർപ്പിച്ച്. യേശു പിന്നെയും അവരോട്, യഹൂദന്മാരെ പേടിച്ച് ഭയപ്പെട്ട് ഇരിക്കുന്ന സന്ദർഭത്തിൽ യേശു അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മധ്യാഹ്നത്തിൽ പരിശുദ്ധാത്മാവിനെ ശിഷ്യന്മാർ പ്രാപിച്ചപ്പോൾ അവർക്ക് ലഭിച്ച 6 പ്രത്യേകതകൾ ഓർപ്പിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനു മുമ്പായി ഈ ശിഷ്യന്മാരുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം നമുക്ക് ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. ഞാൻ ആദ്യമേ പറഞ്ഞു, വലിയ പ്രതീക്ഷയോടുകൂടെ കർത്താവിൻ്റെ കൂടെ കൂടിയവരാണ്. എന്നാൽ യേശുവിൻ്റെ മരണത്തോടുകൂടെ അവരുടെ പ്രതീക്ഷകൾ മുഴുവൻ അസ്തമിച്ചു. അവർ നിരാശയുടെ പടുകുഴിയിൽ വീണു. യേശു 3 പ്രാവശ്യം അവർക്ക് പ്രത്യക്ഷപ്പെട്ടെങ്കിലും അവര് ആ നിരാശയുടെ അനുഭവത്തിലാണ്. പക്ഷേ അവരെ ഈ നിരാശയുടെ അനുഭവത്തിൽ നിന്ന്, ഈ പ്രത്യേക സാഹചര്യത്തിൽ നിന്ന് അവരെ ഉയർത്തുവാൻ തക്കവണ്ണം ഇടയായത് യേശു തമ്പുരാൻ അവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ നൽകിയപ്പോഴാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം എല്ലാവരും ഇന്ന് ഈ ദേവാലയത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യം, ഉയർത്തെഴുന്നേറ്റ യേശു തമ്പുരാൻ നമ്മുടെ മുമ്പിൽ പലതരത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പല സന്ദർഭങ്ങളിൽ പല രീതിയിൽ യേശുവിൻ്റെ സാന്നിധ്യം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ യേശുവിൻ്റെ സാന്നിധ്യം ലഭിച്ചെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ശരിയാവണ്ണം നമുക്ക് വിനിയോഗിക്കുവാൻ കഴിയാത്തത് കൊണ്ട് അത് എങ്ങനെയാണ്, എന്തായിരുന്നു, എന്താണെന്നൊന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല. ആയതിനാൽ ഈ ദിവസങ്ങൾ നമുക്കറിയാം, വരുന്ന വ്യാഴാഴ്ച 14-ാം തീയതി സ്വർഗാരോഹണ പെരുന്നാളാണ്. അത് കഴിഞ്ഞ് 10 ദിവസം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ ദിവസങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഈ ചിന്തകൾ ഏറ്റവും ന്യായമായിരിക്കുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ആയതിനാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരിൽ വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ച് ഈ ദിവസം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവ് മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് ഇടയാകണം. അതിന് നമുക്ക് ഒരുങ്ങാം. ഞാനൊരു പ്രാർത്ഥന ചൊല്ലിത്തരാം. എല്ലാവരോട് ചേർന്ന് ഉറക്കെ ചൊല്ലണം. ഇന്ന് ഈ ദേവാലയത്തിനുള്ളിൽ ഇരിക്കുന്നവരെല്ലാവരോട് ചേർന്ന് ആ പ്രാർത്ഥന ചൊല്ലി, കർത്താവേ, പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. നമ്മളിൽ കടന്നു വന്നിരിക്കുന്ന പല ആൾക്കാരും രോഗങ്ങളാൽ വലഞ്ഞിട്ടുള്ളവരുണ്ട്, സാമ്പത്തിക ഞെരുക്കങ്ങൾ മൂലം പ്രയാസപ്പെടുന്നവരുണ്ട്, കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട്, വാർദ്ധക്യ സഹജമായ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവരുണ്ട്. എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുമെന്ന് അറിയാൻ വയ്യാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. ഒന്നല്ല 100 കണക്കിന് പ്രശ്നങ്ങളുമായിട്ട് കടന്നു വന്നിരിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ മാറ്റം വരുത്തും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ എടുത്ത് ഉപയോഗിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് കടന്നു വന്ന് നിങ്ങളിൽ വ്യത്യാസം വരുത്തും. നോക്കുക, ശിഷ്യന്മാര് അവർ യേശുവിനോട് കൂടെ ഉള്ളവരായിരുന്നു. പക്ഷേ യേശു പോയി കഴിഞ്ഞപ്പോൾ അവർ നിരാശയുടെ പടുക്കുഴിയിലായി. ഞാൻ പോയി മീൻ പിടിക്കാൻ പോവുക എന്ന് പറഞ്ഞ് പോയവര് അവരെ യഥാസ്ഥാനപ്പെടുത്തി ഒരു ക്രിസ്തു നമ്മുടെ കൂടെയുണ്ട് എന്നോർക്കണം. അതുകൊണ്ട് കനലപ്പം കൊണ്ട്, അതായത് കനലിൽ ചുട്ട അപ്പം കൊണ്ട്, കനലിൽ ചുട്ട മീൻ കൊണ്ട് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് നൽകി. ആ ബ്രേക്ക്ഫാസ്റ്റ് നൽകിയിട്ട് അവരെ ചേർത്ത് നിർത്തി അവരെ ഉറപ്പിച്ച ഒരു ക്രിസ്തു ഇന്നും ജീവിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകണം. ആയതിനാൽ ആ ഒരു അനുഭവത്തിലേക്ക് പോകുവാൻ ഇടയാകണമെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സുകളെ ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കാം, നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം,
നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇപ്രകാരം പ്രാർത്ഥിക്കാം. ഞാൻ ചൊല്ലിത്തരുന്നത് പോലെ എല്ലാവരും ചേർന്നൊന്ന് പ്രാർത്ഥിക്കണം. ദൈവമായ കർത്താവേ, ദൈവമായ കർത്താവേ, വിശുദ്ധ മാമോദീസായിലൂടെ എന്നിൽ ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ പുതുക്കുവാൻ എന്നെ സഹായിക്കണമേ. എല്ലാവരും ചൊല്ലണം, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ചൊല്ലണം. ദൈവമായ കർത്താവേ, അവിടുത്തെ മാമോദീസായാൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ പുതുക്കുവാൻ എന്നെ സഹായിക്കണമേ. ദുർവിചാരങ്ങളും ദുർചിന്തകളും എന്നിൽ നിന്നകറ്റി നിന്നോടുള്ള ഭക്തിയിൽ ആയിരിക്കാൻ എന്നെ സഹായിക്കണമേ. യേശുവേ ദൈവപുത്ര, പാപിയായ എന്നോട് കരുണ തോന്നണമേ. യേശുവേ ദൈവപുത്ര, പാപിയായ എന്നോട് കരുണ തോന്നണമേ. പ്രിയമുള്ളവരെ, യേശു ശിഷ്യന്മാരുടെ മേൽ ഊതിയപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. ഈ പരിശുദ്ധാത്മാവ് ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവരിൽ ഉണ്ടായ ഒന്നാമത്തെ മാറ്റം അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യം. വേദപുസ്തകമുള്ളവരെ ആരെങ്കിലും ഒന്ന് വായിക്കുക, അല്ലെങ്കിൽ ഞാൻ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യം. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. തനിക്കുള്ളതൊന്നും ആരും സ്വന്തമെന്ന് പറഞ്ഞില്ല, സകലതും അവർ പൊതുവായി കരുതി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ വിശ്വസിച്ച എല്ലാവരും ഏക മനസ്സും ഏക ഹൃദയവും ഉള്ളവരായിരുന്നു. തനിക്കുള്ളതെല്ലാം സ്വന്തമെന്ന് കരുതിയില്ല, എല്ലാവർക്കുമുള്ളതാണെന്ന് അവരെ കരുതി. ഇതാണ് ഒന്നാമത്തെ മാറ്റം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ മാത്രമാണ് ഏക മനസ്സും ഏക ഹൃദയവും നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ ഇരിക്കുന്നവർക്ക് ഒരേ മനസ്സും ഒരേ ഹൃദയത്തോടു കൂടെയാണോ ഇവിടെ ഇരിക്കുന്നത്? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. പ്രാർത്ഥിക്കുവാനായി ദൈവസന്നിധിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് എത്ര പേർക്ക് ഏക മനസ്സും ഏക ഹൃദയവുമുണ്ട്? ഇവിടെ ഞാൻ ഈ പ്രസംഗിക്കുന്ന സന്ദർഭത്തിൽ വരുന്നവരെയും പോകുന്നവരെയും നോക്കിയിരിക്കുന്ന എത്ര പേരുണ്ട്? അവർക്ക് ഏക മനസ്സുണ്ടോ? ഏക ഹൃദയമുണ്ടോ? അതുപോലെ തന്നെ മറ്റ് നിങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങളുമായി ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഏക മനസ്സുണ്ടോ? ഏക ഹൃദയമുണ്ടോ? ഇല്ല. നമ്മുടെ വിശുദ്ധ കുർബാനയിൽ പട്ടക്കാരൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എന്താ പ്രാർത്ഥന എന്നറിയാമോ? ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് മശിഹാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന ആ മഹോന്നതങ്ങളിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ ജനം എന്താ പ്രതിവാക്യം പറയുന്നത്? ഒന്ന് പ്രതിവാക്യം പറഞ്ഞേ. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവായ ദൈവത്തിൻ്റെ. നമ്മുടെ എത്ര പേരുടെ വിചാരങ്ങളും ചിന്തകളും ഹൃദയങ്ങളും ഈ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നതെന്ന് ഇത് പറയുന്ന സന്ദർഭത്തിൽ ഞാനൊരു കാര്യം ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്. അപ്പോൾ അച്ഛന്മാർ വിശുദ്ധ മദ്ബഹായിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിൻ്റെ വലതുഭാഗത്ത് മശിഹാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന ആ മഹോന്നതങ്ങളിൽ തന്നെയായിരിക്കണം. നമ്മൾ അതിന് മറുപടി പറയുന്നു. നിങ്ങൾ ആരെങ്കിലും ഈ സമയത്ത് മശിഹാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന ആ സ്വർഗീയ സിംഹാസനം മനസ്സുകൊണ്ട് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുള്ളവരൊന്ന് കൈപൊക്കിയേ. ഈ പ്രാർത്ഥന ചൊല്ലുന്ന സന്ദർഭത്തിൽ മശിഹാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന ആ സിംഹാസനം മനസ്സുകൊണ്ട് കണ്ടിട്ടുള്ളവരൊന്ന് കൈപൊക്കിയേ. വളരെ അപൂർവം. ആ പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് പുത്രൻ തമ്പുരാൻ ഇരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ മകക്കണ്ണുകൊണ്ട് മനസ്സുകൊണ്ട് കണ്ടിട്ടുള്ളവരൊന്ന് കൈപൊക്കിയേ. ഇല്ല, വളരെ ചുരുക്കം പേര്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദൈവാലയത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ വിശുദ്ധ ത്രോണോസ് ദൈവം തമ്പുരാൻ എഴുന്നള്ളി വരുന്ന സിംഹാസനമാണ്. അതിൻ്റെ വലതുഭാഗത്ത് ഒരു ഏവങ്കേലിയോൻ മേശ വെച്ചിട്ടുണ്ട്.
അത് പുത്രൻ തമ്പുരാന്റെ സ്ഥാനമാണ്. നമ്മളുടെ മനസ്സുകളും വിചാരങ്ങളും ഹൃദയങ്ങളും ഒരു മനസ്സോടുകൂടെ ആയിരിക്കണം. എന്താണ് അതാകാത്തതെന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്നില്ല. നമ്മളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഏക മനസ്സും ഏക ഹൃദയവും ഇല്ലാത്തത്. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ യേശു തമ്പുരാൻ ശിഷ്യന്മാരുടെ മേൽ ഊതിയപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. പരിശുദ്ധാത്മാവ് ലഭിച്ചപ്പോൾ അവർ ഏക മനസ്സും ഹൃദയവും ഉള്ളവരായി തീർന്നു. അവിടെ പറയുന്നത് വിശ്വസിച്ചവർ എന്നാ പറയുന്നത്. വിശ്വസിച്ചവർ. നിങ്ങൾക്ക് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? വിശ്വാസം എത്ര പേർക്കുണ്ട്? ഈ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഏക മനസ്സും ഏക ഹൃദയവും ഇല്ലാത്തത്. ഇനി വേറൊരു കാര്യം ഞാനൊന്ന് പറഞ്ഞു കൊള്ളട്ടെ. നമ്മുടെയൊക്കെ വീടുകളിൽ സഹോദരങ്ങളും സഹോദരിമാരും എല്ലാം ഉണ്ട്. ഒരു 4 പേരുള്ള ഒരു കുടുംബമാണെന്നൊന്ന് ചിന്തിച്ചോ. ആ 4 പേരുള്ള കുടുംബത്തിൽ ഒരാൾക്ക് നല്ല ഒരു ഉദ്യോഗം ലഭിച്ചു. നല്ലൊരു ഉദ്യോഗം ലഭിച്ചു. മാസം ഒരു 2 ലക്ഷം രൂപ വീതം ശമ്പളം കിട്ടുന്ന ഒരു ഉദ്യോഗം ലഭിച്ചെന്ന് വിചാരിക്കുക. ബാക്കിയുള്ള 3 പേർക്ക് അത്രയും ശമ്പളമോ കാര്യങ്ങളോ ഒന്നും ലഭിച്ചിട്ടില്ല. അത്യാവശ്യം അതിനകത്ത് വീട്ടു ജോലി ചെയ്യുന്ന ആളുണ്ട്. അതുപോലെ തന്നെ അത്രമാത്രം ഉയർച്ചയില്ലാത്ത ബാക്കി 3 പേരുണ്ട്. ഈ 4 പേരിൽ ഒരാൾക്ക് 2 ലക്ഷം രൂപ വീതം മാസം ശമ്പളം ലഭിക്കുന്ന ഒന്ന് കിട്ടി, ഒരു ജോലി കിട്ടി. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്? ആ 2 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ആള് പിന്നീട് ആ വീട്ടിൻ്റെ മുഴുവൻ ചുമതലയും ഏറ്റെടുത്ത് ആ ബാക്കിയുള്ള 3 പേരെയും സഹായിക്കാനായിട്ട് മുന്നോട്ട് വരുമോ? നിങ്ങളൊന്ന് പറഞ്ഞേ. എൻ്റെ സഹോദരങ്ങളാണ്, എൻ്റെ അപ്പനാണ്, എൻ്റെ അമ്മയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ, സഹോദരങ്ങളെ ചേർത്ത് നിർത്തുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, പല വീടുകളിലും അതൊന്നുമില്ല, പലരുമില്ല. ഈ 2 ലക്ഷം രൂപ കിട്ടുന്ന ആൾ പറയും, ഇത് എൻ്റെ മിടുക്കുകൊണ്ട് കിട്ടിയ, ഞാൻ പഠിച്ചത് കൊണ്ടാണ്, എനിക്ക് അവിടെ ജോലി ഉണ്ടായത് കൊണ്ടാണ്, എനിക്കാരും തന്നതൊന്നുമല്ല, ഞാൻ പോയി കഷ്ടപ്പെട്ടത് കൊണ്ടാണ്. ഇതാ നമ്മൾ പറയുന്നത്, അല്ലേ പ്രിയപ്പെട്ടവരെ? പക്ഷെ നമ്മൾ ഓർക്കണം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുള്ള ഭവനത്തില് ആ വ്യക്തിയെ ദൈവം തമ്പുരാൻ ഇത്രയും ഉയർത്തിയതിന്റെ കാരണം ആ ഭവനത്തെ ഉയർത്തുവാൻ വേണ്ടിയാണ്. അല്ലാതെ ആ ഒരു വ്യക്തിയെ മാത്രം ഉയർത്താൻ വേണ്ടിയല്ല. നമ്മൾ ഒരു കാര്യം ഓർത്തോണം, നമുക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാത്രമായിട്ടാരും രക്ഷപ്പെടാൻ പോകുന്നില്ല. പല ആൾക്കാരും പലപ്പോഴും പറയുന്നുണ്ട്, ഞാൻ അങ്ങ് രക്ഷപ്പെട്ടിരിക്കുക, ഞാനങ്ങ് പ്രത്യേകിച്ച് പോയി പ്രാർത്ഥിക്കുന്നു, ഞാൻ ഉപവസിക്കുന്നു, നോമ്പെടുക്കുന്നു, ഇതെല്ലാം. അങ്ങനെ ഒറ്റയ്ക്കൊന്നും ആർക്കും രക്ഷപ്പെടാനായിട്ട് പറ്റുകയില്ല. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ചില ദൗത്യങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. അപ്പനും അമ്മയും വാർദ്ധക്യത്തിൽ കിടക്കുമ്പോൾ അവരെ തിരിഞ്ഞു നോക്കാൻ കഴിയാതെ പ്രാർത്ഥനയായിട്ട് പോകുന്ന ആള് രക്ഷപ്പെടുകയില്ല. സഹോദരങ്ങൾ പടുകുഴിയിൽ കിടക്കുമ്പോൾ അവരെ തിരിഞ്ഞു നോക്കാതെ മറ്റു കാര്യങ്ങളിലേക്ക് പോയി ജീവിക്കുന്നവന് രക്ഷയുടെ അനുഭവത്തിലേക്ക് പോവുകയില്ല. ഇതെല്ലാം ദൈവം തമ്പുരാൻ നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ദൗത്യമാണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈ വേദഭാഗം നിങ്ങളൊന്ന് വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം അതിന്റെ 32-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വിശ്വസിച്ചവരുടെ കൂട്ടം ഏകഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു, തനിക്കുള്ളതൊന്നും ആരും സ്വന്തമെന്ന് പറഞ്ഞില്ല. തനിക്കുള്ളതൊന്നും ആരും സ്വന്തമെന്ന് പറഞ്ഞില്ല, സകലതും അവർ പൊതുവായി കരുതി. സകലതും അവർ പൊതുവായി കരുതി. ഇതാണ് പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോഴുണ്ടാകുന്ന മാറ്റം. പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമ്മളിൽ ഈ പരിശുദ്ധാത്മാവ് കടന്നു വന്ന് പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. ശിഷ്യന്മാർക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്നപ്പോൾ അവരുടെ മനസ്സുകളും ഹൃദയങ്ങളും ഒന്നായി തീർന്നു. ഇതാണ് ഒന്നാമത്തെ മാറ്റം. സമയമില്ലാത്തതിനാൽ രണ്ടാമത്തെ മാറ്റത്തിലേക്ക് ഞാൻ കടക്കുവാൻ പ്രവേശിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. നമുക്ക് ഇതെല്ലാം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, എൻ്റെ കഴിവുകൊണ്ട് എൻ്റെ മിടുക്കുകൊണ്ടൊക്കെയാണ് നമുക്കിതെല്ലാം ലഭിച്ചതെന്ന്. അതൊന്നും അല്ല പ്രിയപ്പെട്ടവരെ. ഇതെല്ലാം
ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം നമുക്ക് ദാനമായി നൽകിയത്. നമ്മളിതെല്ലാം അനുഭവിച്ചെങ്കിലേ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടുന്നത്. നിങ്ങൾക്കറിയാവുന്ന സുന്ദരമായ ഒരു പാട്ടുണ്ട്, എല്ലാം എല്ലാം ദാനമല്ലോ, ഇതൊന്നും എൻ്റേതല്ല. പാടിയേ, എല്ലാം എല്ലാം ദാനമല്ലോ, ഇതൊന്നും എൻ്റേതല്ല. എല്ലാം എല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. എത്ര സുന്ദരമാണ്! ഈ ഒരു ചിന്തയിലേക്ക് നമുക്ക് എത്ര പേർക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഏക മനസ്സും ഏക ഹൃദയവും ഉള്ളവരായി തീർന്നു എന്നുള്ളത്. രണ്ടാമത്, അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കുണ്ടായ മറ്റൊരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം, അവർ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കണ്ടതുകൊണ്ടും ഇവർ പഠിപ്പില്ലാത്തവരും സാധാരണക്കാരായ മനുഷ്യരുമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോടുകൂടെ ഉണ്ടായിരുന്നവരാണെന്നും അറിഞ്ഞു. അവർ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കണ്ടു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ലഭിച്ചു കഴിയുമ്പോൾ ലഭിക്കുന്ന രണ്ടാമത്തെ പ്രത്യേകതയാണ് ധൈര്യം ലഭിക്കുക എന്നുള്ളത്. ധൈര്യം ലഭിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണ്. ധൈര്യം പേടിത്തൊണ്ടനായിട്ടല്ല, പേടിച്ചുതൂറിയായിട്ടല്ല, പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് നമുക്ക് ഈ നല്ല ധൈര്യം ലഭിക്കുന്നത്. ഇത് പറയാനുള്ള കാരണം, നമ്മുടെ കർത്താവായ യേശു തമ്പുരാൻ ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് പോയി. സുവിശേഷങ്ങളിൽ അത്ര മാത്രമേ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നീട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ കാണുന്നത് അപ്പോസ്തല പ്രവൃത്തിയുടെ ആദ്യ അധ്യായങ്ങളിലാണ്. അവിടെ ശിഷ്യന്മാർക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ലഭിച്ചതായി അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമുക്ക് കാണും. പെന്തിക്കോസ്ത് നാൾ വന്നപ്പോൾ ശിഷ്യന്മാരെല്ലാവരും ഒരുമിച്ച് കൂടി. അങ്ങനെ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. ഈ പരിശുദ്ധാത്മാവ് ലഭിച്ചു കഴിഞ്ഞ് പത്രോസും യാക്കോബും അതുപോലെ തന്നെ ശിഷ്യന്മാരുമൊക്കെ അങ്ങനെ കടന്നു പോകുമ്പോൾ അവർ വേറൊരു പ്രശ്നത്തിൽ ഇടപെട്ടു. എന്താണെന്നറിയാമോ? അവിടെ ഒരു മുടന്തനെ സൗഖ്യമാക്കുന്നുണ്ട്. 9-ാം മണി നേരത്ത് പത്രോസും യോഹന്നാനും പ്രാർത്ഥിക്കുവാനായിട്ട് പോകുന്ന സന്ദർഭത്തിൽ പിറവിയിലെ മുടന്തനായ, അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ തന്നെ മുടന്തനായ, എഴുന്നേൽക്കാൻ കഴിയാത്ത ഒരു മനുഷ്യന് ഉണ്ടായിരുന്നു. അവനെ സൗഖ്യമാക്കുന്നു. ആ സംഭവം നിങ്ങൾക്കറിയാം. അവർ പോകുമ്പോൾ അവൻ ഭിക്ഷ യാചിക്കുവാനായിട്ട് അവൻ്റെ മാതാപിതാക്കൾ കൊണ്ടുവന്ന് സുന്ദരമെന്ന് പറയുന്ന ആ ഗോപുരത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഇരുത്തിയേക്കുക. പോകുന്നവർ, യെരൂശലേം ദേവാലയത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് വരുന്നവരെല്ലാം അവിടെ ഭിക്ഷ കൊടുക്കും. അപ്പം പത്രോസും യോഹന്നാനൂടെ പോകുന്ന സന്ദർഭത്തിൽ അവരെ എന്തെങ്കിലും തരുമെന്നുള്ള ഉദ്ദേശത്തിൽ ഒന്ന് നോക്കി. ഈ മുടന്തനായ മനുഷ്യൻ, എഴുന്നേൽക്കാൻ കഴിയാത്തവൻ, ഇങ്ങനെ അവരെ നോക്കി. പത്രോസ് അവനെ ഉറ്റുനോക്കി എന്നാ പറയുന്നത്. പത്രോസ് അവനെ ഉറ്റുനോക്കിയിട്ട് പറഞ്ഞു, പൊന്നും വെള്ളിയും ഞങ്ങളുടെ കൈവശമില്ല, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേൽക്ക എന്ന് പറഞ്ഞപ്പോൾ അവനെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഈ സംഭവം അവിടെ വലിയ കോളിളക്കമുണ്ടാക്കി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർക്കണം, ഈ സംഭവം അവിടെ വലിയ കോളിളക്കമുണ്ടാക്കി. എങ്ങനെയാ കോളിളക്കമുണ്ടാക്കിയത്? നമ്മുടെ കർത്താവായ യേശുവിനെ ക്രൂശിക്കുവാനായിട്ടിരുന്ന ഹന്നാസും അതുപോലെ കയ്യാഫായും തുടങ്ങിയവരുടെ സന്നിധി സംഘമെല്ലാം അവിടെയുണ്ട്, യെരൂശലേം ദേവാലയത്തിലുണ്ട്. ആ സംഘമെല്ലാം അവിടെയുണ്ട്. അവര് യേശുവിൻ്റെ അനുകാരികളെന്ന് പറയുന്നവരെ കിട്ടിയാൽ അവരുടെ ദേവാലയവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാരാഗൃഹത്തിൽ കൊണ്ടുവന്ന് അടയ്ക്കുവാനായി അവരെ ശിക്ഷിക്കുവാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇവിടെ വെച്ചാണ് ഈ പത്രോസ് ഈ അത്ഭുതം കാണിക്കുന്നത്. പത്രോസ് അത്ഭുതം കാണിച്ചു കഴിഞ്ഞ് ഇവൻ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ നാമത്തിലാണ് ഇത് നടന്നത്, യേശുവാണ് ഇവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരോടും എന്ത് ചെയ്തെന്നറിയാമോ?
ഈ പത്രോസിനെയും യോഹന്നാനെയും പിടിച്ച് കാരാഗ്രഹത്തിലിട്ടു. അങ്ങനെ കാരാഗ്രഹത്തിലിട്ടതിന് ശേഷം ഈ സന്നിധി സംഘത്തിന്റെ മുമ്പാകെ പത്രോസിനെയും യോഹന്നാനെയും കൊണ്ടുവരുമ്പോൾ പത്രോസ് പറയുകയാണ്. എന്താ പറയുന്നതെന്നറിയാം? പത്രോസിന്റെ പ്രസംഗം വളരെ പ്രധാനപ്പെട്ടതാണ് പ്രിയപ്പെട്ടവരെ. ഒരു പേടിയും കൂടാതെ കയ്യാഫാവിന്റെയും ഹന്നായുടെയും അതുപോലെയുള്ള അന്ന് യേശുവിനെ ക്രൂശിക്കുവാനായിട്ട് മുന്നിട്ട് നിന്നവരുടെ മുമ്പാകെ പറയുകയാണ്, നിങ്ങൾ ക്രൂശിച്ചവനായ യേശുവിന്റെ നാമത്തിലാണ് ഇവന് ഈ രോഗം മാറി ഇവൻ സൗഖ്യത്തോടെ നിൽക്കുന്നതെന്ന് പറയുകയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ പത്രോസിന്റെ പഴയ അവസ്ഥ നിങ്ങൾക്കറിയാം. ഹന്നായുടെ ഭവനത്തിൽ വെച്ച് യേശു തമ്പുരാനെ വിസ്തരിക്കുന്ന സന്ദർഭത്തിൽ ആ വീടിന്റെ പുറത്ത് തീ കാഞ്ഞുകൊണ്ട് സ്ത്രീകളും ആൾക്കാരും ഒക്കെ നിൽക്കുമ്പോൾ ഒരു സ്ത്രീ പത്രോസിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇവനും യേശുവിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നവനല്ലേ? അപ്പോഴേ പത്രോസ് എന്താ പറഞ്ഞത്? ഏയ്, ഞാൻ അങ്ങോട്ടൊന്നും പോയിട്ടില്ല, എനിക്ക് അറിയ പോലുമില്ല. 3 പ്രാവശ്യം കോഴി കൂവി അവൻ കരഞ്ഞുകൊണ്ടുപോയി. ഈ പേഴിത്തൊണ്ടനായ പത്രോസാണ് ഇപ്പോഴ് ഇവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് ധൈര്യത്തോടുകൂടെ പറയുന്നത്, നിങ്ങൾ ക്രൂശിച്ച തിരുവചനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന നസറായന യേശു, ആ യേശുവിന്റെ നാമത്തിലാണ് ഇവൻ എഴുന്നേറ്റ് നിൽക്കുന്നത് എന്ന് പറയുവാനുള്ള ഒരു ധൈര്യം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പത്രോസിന് ലഭിച്ചു. പത്രോസിന് മാത്രമല്ല, ശിഷ്യന്മാർക്കെല്ലാം ലഭിച്ചു. ഇത് നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ ശരി മുഖത്ത് നോക്കി വിളിച്ചു പറയുവാനുള്ള ധൈര്യം ലഭിക്കും. ശരി മുഖത്ത് നോക്കി വിളിച്ചു പറയുവാനുള്ള ധൈര്യം ലഭിക്കും. ഇന്ന് നമുക്കില്ലാതെ പോയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് തന്നെയാണ്. ശരിയായ ഒരു കാര്യം നമുക്ക് മുഖത്ത് നോക്കി വിളിച്ചു പറയുവാനായിട്ട് സാധിക്കുമോ പ്രിയപ്പെട്ടവരെ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, എത്ര പേർക്ക് സാധിക്കും? നമ്മൾ എന്താ ചെയ്യും? ഇത് വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാ. അവനും കേടുവരരുത്, നമുക്കും കേടുവരരുത്. ഇതാണ് നമ്മളുടെ ഒരു പ്രത്യേകത. ഇത് പരിശുദ്ധാത്മാവ് തരുന്ന കൃപയല്ല പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് തരുന്ന കൃപയല്ല. പരിശുദ്ധാത്മാവ് കടന്നു വന്നപ്പോൾ പത്രോസും അതുപോലെ ശിഷ്യന്മാരും കൃത്യമായി പറഞ്ഞു, നിങ്ങൾ കുരിശിച്ചവനായ യേശു ക്രിസ്തു, ആ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആണ് ഇവൻ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഇത് പറയാൻ എത്ര ചങ്കൂറ്റമുണ്ടാകും? ക്രിസ്തുവിന് വേണ്ടി കഷ്ടത അനുഭവിക്കുവാൻ എത്ര പേർക്ക് ചങ്കൂറ്റമുണ്ടാകും? ആ പത്രോസിന്റെ മരണം നിങ്ങളൊന്ന് ഓർത്ത് നോക്കണേ. എങ്ങനെയാണെന്നറിയാമോ? കൊല്ലുവാനായിട്ട് കൊണ്ടുപോയപ്പോൾ, റോമാക്കാര് പിടിച്ച് കൊല്ലുവാനായിട്ട് കൊണ്ടുപോയപ്പോൾ പത്രോസ് പറയുകയാണ്, നിങ്ങൾ എന്നെ കുരിശിച്ചു, പക്ഷേ നിങ്ങൾ എന്നെ നേരെ കുരിശിക്കണ്ട. പിന്നെ എങ്ങനെയാ കുരിശിക്കേണ്ടുന്നത്? തല കീഴായിട്ട് കുരിശിച്ചു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഞാന് ഈ തല കീഴായിട്ട് എന്നെ കുരിശിക്കുമ്പോൾ അവന്റെ കാൽപാദങ്ങളുടെ മുമ്പിൽ എനിക്ക് തൊട്ടുകൊണ്ട് ആ കാൽപാദങ്ങളെ ചുംബിച്ചുകൊണ്ട് എനിക്ക് പോകുവാൻ സാധിക്കും. ഇതാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് നൽകുന്ന ധൈര്യം. ഞാൻ രണ്ടാമത്തെ ഭാഗം അവസാനിപ്പിക്കുകയാണ്. 2 കാര്യങ്ങൾ പറഞ്ഞു, മറന്നു പോകരുത്. എന്തൊക്കെയാണ് പരിശുദ്ധാത്മാവ് തരുന്ന? ശിഷ്യന്മാരുടെ മേൽ കടന്നു വന്നപ്പോൾ അവർക്ക് ലഭിച്ച 2 കാര്യങ്ങൾ പറഞ്ഞു, മറക്കരുത്. ഒന്നെന്താ? വിശ്വസിച്ചവർ ഏക മനസ്സും ഏക ഹൃദയമുള്ളവരായിരുന്നു. രണ്ടാമത് അവർ ധൈര്യശാലികളായിരുന്നു. മൂന്നാമത് അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. സംഭവം ഞാൻ വളരെ ചുരുക്കത്തിൽ പറയാം. ഈ അത്ഭുതം അവിടെ നടന്നു. സുന്ദരം എന്ന് പറയുന്ന ഗോപുരത്തിൽ അത്ഭുതം നടന്നു. എന്താ അത്ഭുതം നടന്നത്? പിറവിയിലെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ തന്നെ മുടന്തനായവൻ എഴുന്നേറ്റ് നിന്നു. ഇത് നടന്നു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള സാധാരണക്കാരായ യഹൂദന്മാര്, പള്ളിഭക്തന്മാരല്ല, പള്ളി പ്രമാണികളല്ല, സാധാരണക്കാരായ ആൾക്കാർ ഇവരെല്ലാവരും
ഈ പത്രോസിനെ വളരെയേറെ താല്പര്യത്തോട് നോക്കി, ഇങ്ങനെ നോക്കി. യോ, അത്ഭുതം നടത്തുന്ന ഒരാള്, അത്ഭുതം നടത്തുന്ന ഒരാള്, അത്ഭുതം നടത്തുന്ന ഒരാള്, അത്ഭുതം നടത്തുന്ന ഒരാള്. സ്വാഭാവികമായും പത്രോസിന് ഒന്ന് പൊങ്ങാനായിട്ട് സാധിക്കൂലേ? ഞാനിവിടെ നിന്ന് ഇങ്ങനെ പ്രസംഗിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു, ഇതുപോലെ തളർന്ന ഒരാളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആരായി മാറി? ഞാൻ പോകുന്നിടത്തെല്ലാം ആളിൻ്റെ ബഹളമായിരിക്കും. ഞാൻ പിന്നെ അങ്ങ് സ്വയം ക്രിസ്തുവായി മാറും. പ്രിയപ്പെട്ടവരെ, ഇവിടെ പത്രോസ് പറയുന്ന കാര്യം നിങ്ങളൊന്ന് കേൾക്കണം. അത് ആ വേദഭാഗം വായിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. അത് വായിച്ചു തീർക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് അതിൻ്റെ കുറച്ച് ഭാഗം ഞാൻ 3-ാം അധ്യായം 12 അത് കണ്ടിട്ട് ജനങ്ങളോട് പറഞ്ഞത്, ഇസ്രായേൽ പുരുഷന്മാരെ, ഇതിൽ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുവാൻ പ്രാപ്തനാക്കിയെന്ന ഭാവത്തിൽ ഞങ്ങളെ എന്തിനുറ്റു നോക്കുന്നു? അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോവിൻ്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി അവനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ വിട്ടയക്കുവാൻ വിധിച്ച പീലാത്തോസിന്റെ മുമ്പിൽ വെച്ച് തള്ളിപ്പറയുകയും ചെയ്തു. പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു, കൊലപാതകിയായവനെ വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ടു. ജീവന്റെ നാഥനെ കൊന്നുകളഞ്ഞു, അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. അതിന് ഞങ്ങൾ സാക്ഷികളാകുന്നു. അവന്റെ നാമത്തിലുള്ള വിശ്വാസത്താൽ അവന്റെ നാമം തന്നെ ഞങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിക്കുവാൻ കാരണമായി തീർന്നു. നോക്കുക, പറയുക, ഇത് ഞങ്ങളുടെ കഴിവോ മിടുക്ക കൊണ്ടൊന്നും അല്ല ഇത് നടന്നത്. പിന്നെ ആരുകൊണ്ടാ? അതെ, നിങ്ങൾ ക്രൂശിച്ച ക്രിസ്തുവാണ് ഇവനെ എഴുന്നേൽപ്പിച്ചത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, എനിക്ക് മൂന്നാമത് പറയുവാനുള്ളത് വിനയമുള്ളവരായി തീർന്നു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്നപ്പോൾ വിനയമുള്ളവരായി തീർന്നു. പൊങ്ങച്ചന്മാരായിട്ടല്ല, അതുപോലെ വലിയ തലക്കനമുള്ളവരായിട്ടല്ല. നിങ്ങൾ ശ്രദ്ധിക്കുക, വിനയമുള്ളവരായി തീർന്നു. ഇത് ആരാണെങ്കിലും ഈ വലിയ പൊങ്ങച്ചവും തലക്കനവും ഹെഡ് വെയ്റ്റും അതുപോലെ ഉള്ളതും ഒക്കെ കാണിക്കുന്ന നമ്മുടെ ചില ആത്മീയ ആൾക്കാരുണ്ട്. ഇത് നിങ്ങൾ ഓർക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അല്പം പോലും ഇല്ല. ഒരിക്കലും ഈ പൊങ്ങച്ചം കാണിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സമ്മതിക്കുകയില്ല. ഈ തലക്കനം കാണിക്കുവാൻ പരിശുദ്ധാത്മാവ് സമ്മതിക്കുകയില്ല. വിനയം, ഇതാണ് പരിശുദ്ധാത്മാവ് ശിഷ്യന്മാർക്ക് നൽകിയ ഏറ്റവും വലിയ ഗുണം. ഈ വിനയം ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? പരിശുദ്ധാത്മാവിൻ്റെ ആ കൃപ ഇല്ല എന്നാണ്. നമ്മൾ ചിലരെയൊക്കെ കണ്ടിട്ടില്ലേ, എന്നാ പോക്കാ പോന്നേ, 4 കാലയിൽ ഒരു പോക്ക് പോക്കി തലയും പൊക്കി ഇങ്ങനെ പോകും. ആ നടപ്പ് കാണുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും ഇതെല്ലാം ഇയാളുടെ തലയിൽ കൂടെ പോകുന്നത്. എന്നാൽ ചില മനുഷ്യരെ കണ്ടിട്ടില്ലേ, എല്ലാവരോടും വർത്തമാനം പറഞ്ഞ് വളരെയേറെ സ്നേഹത്തോട് വിനയത്തോടു കൂടെ നമ്മുടെ വാക്കുകൾ കേട്ടുപോകുന്ന ചില ആൾക്കാരുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ വിനയമുള്ളവരായി തീരുന്നു എന്നുള്ളതാണ്. 4ാമത് മറ്റൊരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 3-ാം അധ്യായത്തിലാണ് അത് പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം അതിൻ്റെ 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. അവിടെ എന്താ പറയുന്നതെന്ന് അറിയാമോ? അവർ മനസ്സലിവുള്ളവരായി തീർന്നു. മനസ്സലിവുള്ളവരായി തീർന്നു. എന്താ ഈ മനസ്സലിവുള്ളവരായി തീരുക എന്ന് പറഞ്ഞാൽ? കർത്താവിൻ്റെ ശിഷ്യന്മാർ മനസ്സലിവുള്ളവരായി തീർന്നു. ഇത് നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മൾ പലപ്പോഴും പറയും, നിർബന്ധമാണ് അവനെ തീ കത്തിച്ച് തയ്യാറായി, ഇനി ഇവിടുന്ന് മാറ്റിയേക്കണം, അവനെ ഇവിടുന്ന് പാർത്തി ദൂരെ കളഞ്ഞേക്കണം. നമ്മൾ പലപ്പോഴും ടെലിവിഷൻ ചർച്ചകളിലൊക്കെ കാണുമ്പോൾ ചില ആൾക്കാർ അവിടെ ഇരുന്ന് പറയുന്ന കേട്ടിട്ടില്ലേ, അവനെ അപ്പോഴേ തൂക്കാൻ വിധിച്ചേക്കണം, അവനെ അപ്പോഴേ ഇവിടുന്ന് അങ്ങ് മാറ്റിയേക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. പ്രിയപ്പെട്ടവരെ, മനുഷ്യർക്കെല്ലാം തെറ്റുകൾ സംഭവിക്കും. തെറ്റുകളില്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. ഈ ലോകത്ത് തെറ്റുകളും പാപങ്ങളും ഉണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഈ പാപത്തെയും
ഈ തെറ്റ് ചെയ്തവരെയും വീണ്ടെടുക്കുവാനാണ് ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. നമുക്ക് എത്ര പേർക്ക് ആ ബോധ്യമുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ? തെറ്റു ചെയ്തവരെയും പാപത്തിൽ വീണവരെയും അതുപോലെ തന്നെ കഷ്ടത അനുഭവിക്കുന്നവരെയും വീണ്ടെടുക്കുവാനാണ് ക്രിസ്തു വന്നത്. ഒരാൾ ഒരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവൻ്റെ തല മുറിക്കണമെന്നുള്ളത് ക്രിസ്തീയ ധർമ്മമല്ല. വെട്ടുന്ന മുറി എന്ന് പറയുന്നത് ക്രിസ്തീയ ധർമ്മമല്ല. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, ഇത് ക്രിസ്തീയ ധർമ്മമല്ല. ഇത് ക്രിസ്തീയ ധർമ്മം എന്ന് പറയുന്നത് ഒരുവൻ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവന് പശ്ചാത്താപവും അനുതാപവും ഉണ്ടാകാനുള്ള അവസരം കൊടുത്ത് ആ തെറ്റിൽ നിന്ന് അവനെ നന്മയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കണം. ഇതാണ് ക്രിസ്തീയ ധർമ്മം. ഇത് പലപ്പോഴും നമുക്കറിയില്ല. നമുക്കറിയാവുന്നത് ഇവിടുത്തെ സെക്കുലർ രാഷ്ട്രീയക്കാരുടെയും സെക്കുലർ ഭരണഘടനയുടെയും നിയമങ്ങൾ മാത്രമാണ്. പക്ഷെ ക്രിസ്തുവിൻ്റെ മക്കൾക്ക് അങ്ങനെയൊന്നുമില്ല. ഈ ചില വീടുകളിലൊക്കെ ചില കൊച്ചുങ്ങളൊക്കെ അറിയാതെ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളൊക്കെ കാട്ടിപ്പോവും. നമ്മൾ പറയും, ഇനി മേലാൽ അവനുമായിട്ട് അവളുമായിട്ട് യാതൊരു ബന്ധമില്ല, വീട്ടിൽ നിന്ന് പുറത്താക്കിയരെ ഒന്നും കൊടുക്കണ്ട എന്ന്. ഇങ്ങനെ കടുപ്പിച്ചൊരു ക്രിസ്ത്യാനിക്ക് പറയാൻ സാധിക്കത്തില്ല. ഒരു ക്രിസ്ത്യാനിക്ക് അങ്ങനെ പറയാൻ സാധിക്കത്തില്ല. എന്താണെന്നറിയാമോ? അങ്ങനെയാണെങ്കിൽ ആദ്യമേ തന്നെ പുറത്താക്കേണ്ടത് ആരെയാ? നമ്മളെ തന്നെയാ. നിങ്ങളൊന്ന് നോക്കുക. ഒരു പാപത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ യേശുവിന്റെ മുമ്പാകെ കൊണ്ടുവന്നു. യേശുവിന്റെ മുമ്പാകെ കൊണ്ടുവന്നിട്ട് അവരെല്ലാവരും ന്യായപ്രമാണവും പുസ്തകവും നിയമങ്ങളും എല്ലാം എടുത്തു വെച്ചുകൊണ്ട് പറഞ്ഞു, നമ്മുടെ ന്യായപ്രമാണം അനുസരിച്ച് വ്യഭിചാരം ചെയ്ത ഇവളെ എന്ത് ചെയ്യണം? ഒന്ന് പറ. കല്ലെറിഞ്ഞ് കൊല്ലണം. എല്ലാവരുടെയും കയ്യിൽ ഓരോ ഉരുളൻകല്ലുമായിട്ടായിരിക്കുന്നത്. യേശുവിന് വേണമെങ്കിൽ ഈ ഡിപ്ലോമാറ്റിക് ആയിട്ടായിരുന്നെങ്കിൽ യേശു എന്ത് ചെയ്തേനെന്നറിയാമോ? ഈ വന്ന ആയിരക്കണക്കിന് ആൾക്കാരാണോ ഈ ദുർബലയായ സ്ത്രീയാണോ വേണ്ടുന്നത്? യേശു ഡിപ്ലോമാറ്റിക് ആയിരുന്നെങ്കിൽ യേശു ഒരു കല്ലെടുത്തിട്ട് ഇവരുടെ കൂടെ കൂടിയിട്ട് പറഞ്ഞേനെ, കാച്ചിയേക്കാൻ പറഞ്ഞേനെ. പക്ഷെ യേശു അങ്ങനെയല്ല ചെയ്തത്. യേശു ചെയ്തത് എന്താണ്? യേശു അവിടെ നിന്ന് എല്ലാവരെയും ഒന്ന് നോക്കി, എന്നിട്ട് താഴോട്ട് കുനിഞ്ഞു നിന്നുകൊണ്ട് അദ്ദേഹം എഴുതിയിട്ട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ. യേശു മുഖമുയർത്തി നോക്കിയപ്പോഴേ ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ പ്രിയപ്പെട്ടവരെ? നിന്നിടത്തെല്ലാം ഓരോ ഉരുളൻകല്ല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ക്രിസ്തു മനസ്സലിവ് ആർദ്രതയുള്ളവനായിരുന്നു. നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൽ ഈ മനസ്സലിവും ആർദ്രതയും ഉണ്ടാകണം. ഇത് നമുക്ക് ഇല്ലെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് ജീവിച്ചിട്ട് എന്താ കാര്യം? ബന്ധങ്ങൾ വെട്ടിമുറിക്കുവാനിടയാകരുത്. ചെറിയ ചെറിയ പ്രശ്നങ്ങളില്ലാത്തവരാരുമില്ല. ഏത് വീടെടുത്ത് നോക്ക്, എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ കാണും. ഇങ്ങ് മേല് തൊട്ട് താഴെ അറ്റം വരെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെ തന്നെയാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല. ഇട്ടേക്കുന്ന ഉടുപ്പിന്റെയും പാൻറ്റിന്റെയും ചുരിദാറിന്റെയും സാരിയുടെയും കളർ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഒന്ന് ശരിയായിട്ടൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല പ്രിയപ്പെട്ടവരെ. ഈ പുറമേ കാണിക്കുന്ന ജാടകളൊന്നും ഉള്ളിൽ എല്ലാവരുടെയും ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഓർക്കണം, പറയുന്നവൻ. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ഒരാളുടെ നേരെ കൈ ചൂണ്ടുമ്പോൾ ബാക്കി 4 നമ്മുടെ നെഞ്ചിലോട്ടാണ്. നമ്മൾ കറക്റ്റാണോ നോക്കണം. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത്, പാപമില്ലാത്തവർ കല്ലെറിയട്ടെ എന്ന്. കർത്താവിൻ്റെ ശിഷ്യന്മാർ പരിശുദ്ധാത്മാവ് ലഭിച്ചപ്പോൾ അവർ വിനയമുള്ളവരായി തീർന്നു എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. അതാണ് 4ാമത്തെ പ്രത്യേകത. 5ാമത്, ഈ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ കടന്നു വന്നപ്പോൾ കർത്താവിൻ്റെ സ്നേഹത്തിൽ അവർ നിറഞ്ഞു എന്ന് കാണാൻ സാധിക്കും. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 40-41 വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 40-41 വാക്യം. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 40-41 വാക്യം. അവർ അവനെ അനുസരിച്ച് അപ്പോസ്തലന്മാരെ വിളിച്ചു വരുത്തി
യേശുവിൻ്റെ നാമത്തിൽ ഇനിമേൽ സംസാരിക്കരുതെന്ന് കൽപ്പിച്ചു അവരെ വിട്ടയച്ചു. ഇനി 41 വാക്യം. തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിക്കുവാൻ യോഗ്യതയുള്ളവരായി എണ്ണപ്പെട്ടതിനാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ പോയി. ഒന്നുകൂടെ പറയുകയാണ്, തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിക്കുവാൻ യോഗ്യതയുള്ളവരായി എണ്ണപ്പെട്ടതിനാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ പോയി. ആ സംഭവം ഇവിടെ നിങ്ങളൊന്ന് ഓർക്കണം. ഈ അപ്പോസ്തലന്മാരെ ന്യായാധിപ സംഘം വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, മേലിൽ യേശുവിൻ്റെ നാമത്തിൽ അത് ചെയ്യരുതെന്ന് പറഞ്ഞ് ചാട്ടാവാർ കൊണ്ടടിച്ചു. അത് മാത്രമല്ല, മുഖത്ത് തൂപ്പി എന്തെല്ലാം ഉപദ്രവങ്ങളാ ചെയ്തെന്നറിയാം. ഈ പൗലോസ് അപ്പോസ്തലന് ഈ യഹൂദന്മാരുടെ കയ്യിൽ നിന്ന് കിട്ടാവുന്നതിൻ്റെ അങ്ങേയറ്റം അടിയും നിന്നയും ഉപദ്രവവും ഒക്കെ അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹത്തെ വലിച്ചിഴച്ചു കൊണ്ടുപോയി. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടായി. പക്ഷേ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഈ വലിച്ചിഴച്ചു കൊണ്ട് പോകുമ്പോഴും അവർ കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിലനിന്നു എന്നുള്ളതാണ്. ഇതാണ് 5ാമത്തെ പ്രത്യേകത. യേശു ക്രിസ്തുവിന് വേണ്ടി അപമാനം സഹിക്കുവാൻ അവർ തയ്യാറായി. യേശു ക്രിസ്തുവിന് വേണ്ടി അടികൊള്ളുവാൻ അവർ തയ്യാറായി. ഞാൻ നിങ്ങളോട് ഒന്ന് പറയുകയാണ്, ക്രിസ്തുവിന് വേണ്ടി അപമാനം സഹിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ആർക്കെങ്കിലും എതിരെ എന്തെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം. നമ്മൾ തന്നെ അത് ഫോർവേഡ് ചെയ്ത് 10,000 പേർക്ക് ഇട്ടുകൊടുക്കും. ഇത് ശരിയേത് തെറ്റേത് എന്താണെന്ന് നമുക്കറിയാമല്ലോ. നമ്മളങ്ങ് അങ്ങ് ജഡ്ജിമാരായി മാറിക്കഴിഞ്ഞു. ആ അച്ഛൻ അങ്ങനെ ചെയ്യാമോ, അവർക്ക് അങ്ങനെ ചെയ്യാമോ, ആ പള്ളിയിൽ അത് അങ്ങനെ ഉണ്ടാകാമോ, ഇതിങ്ങനെ ചെയ്യാമോ, ഇതെല്ലാം നമ്മൾ പിന്നെ പറയുന്നത്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ക്രിസ്തുവിന് വേണ്ടി അപമാനം സഹിക്കുന്നത് അത് യോഗ്യതയാണെന്ന് കാണുവാൻ നമുക്ക് എത്ര പേർക്ക് സാധിക്കും? ഇതാണ് പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരിൽ വരുത്തിയ 5ാമത്തെ മാറ്റം. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. 6ാമത് ഈ ശിഷ്യന്മാരിൽ പരിശുദ്ധാത്മാവ് മറ്റൊരു മാറ്റം വരുത്തി. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം അതിൻ്റെ 60-ാമത്തെ വാക്യം. 7-ാം അധ്യായം അതിൻ്റെ 60-ാമത്തെ വാക്യം. ആ വാക്യം ഇങ്ങനെയാണ്: അവൻ മുട്ടുകുത്തി, കർത്താവേ, ഇവർക്ക് ഈ പാപം നിലനിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞ ശേഷം അവൻ നിദ്ര പ്രാപിച്ചു. സ്തേഫാനോസ് ശമ്മാശനെ കുറിച്ചുള്ള കാര്യമാണ് അവിടെ പറയുന്നത്. എന്താണെന്നുള്ളത് നോക്കുക. അതായത് ശത്രുക്കളെ സ്നേഹിക്കുന്നവരായി മാറി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്നപ്പോൾ ശത്രുക്കളെ സ്നേഹിക്കുന്നവരായി മാറി. നമ്മളാണെങ്കിൽ എന്തോ ചെയ്യും? തിരിഞ്ഞു നിന്ന് ഒരു പ്രാക്കോ, നീ മുടിഞ്ഞു പോട്ടെ, താഴ്ന്നു പോട്ടെ, നിന്റെ കുലം മുടിഞ്ഞു പോട്ടെ, ഇതാ നമ്മൾ പറയുന്നത് അല്ലേ? ഇത് ഈ മക്കളെയും ഭർത്താവിനെയും ഭാര്യയൊക്കെ ഇങ്ങനെ പറയുന്ന എത്രയോ പേരുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രിയമുള്ളവരെ, അവർ ശത്രുക്കളെ സ്നേഹിക്കുന്നവരായിട്ട് മാറി. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ നമ്മുടെ ചിന്തിച്ച വേദഭാഗത്തേക്ക് കടക്കാം. യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ശേഷം
അവൻ അവരുടെ മേലൂതി അവരോട് പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പീൻ എന്ന് പറഞ്ഞു. ഈ ശിഷ്യന്മാർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവരിലുണ്ടായ 6 മാറ്റങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. കമ്പിവാചകത്തിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. 1, ശിഷ്യന്മാരും വിശ്വസിച്ചവരും ഏക മനസ്സുള്ളവരായി തീർന്നു. 2, അവർ ധൈര്യശാലികളായി തീർന്നു. 3, അവർ വിനയമുള്ളവരായി തീർന്നു. 4, മനസ്സലിവുള്ളവരായി തീർന്നു. 5, അവർ കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിറഞ്ഞു. 6, അവർ ശത്രുക്കളെ സ്നേഹിക്കുന്നവരായി തീർന്നു. ദൈവം തമ്പുരാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം തലകളെ ദൈവസന്നിധിയിൽ ഉണക്കി പ്രാർത്ഥിക്കാം. സർവശക്തനും മഹാകാരുണ്യവാനുമായ കർത്താവേ, ഈ മധ്യാഹ്ന സമയത്തിനായി നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളിലേക്ക് കടന്നു വന്ന് ശിഷ്യന്മാരിൽ മാറ്റം വരുത്തിയതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും അവിടുന്ന് മാറ്റം വരുത്തുവാൻ ഇടയാകണമേ. ഈ വചനത്തിലൂടെ നിന്നെ അറിഞ്ഞ് നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങൾ ഞങ്ങളുടെ വാങ്ങിപ്പോയരും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നു വന്നേക്കും തന്നെ. ആമേൻ.